ചെറുപ്രായത്തിൽ തന്നെ വ്യവസ്ഥാപിത നാടകരൂപങ്ങളോട് കലഹിച്ച പുതുമയും പരീക്ഷണാത്മകവുമായ നിരവധി നാടകം ചെയ്ത കലാകാരനായിരുന്നു സോബി സൂര്യഗ്രാമം. അപ്രതീക്ഷിതമായ വേർപാട് കഴിഞ്ഞ ഒരു വർഷം പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളുമായി ഒത്തുചേരുകയാണ് സോബിയുടെ പ്രിയപ്പെട്ടവർ. സെപ്റ്റംബർ 5 സോബി സൂര്യഗ്രാമം വിട പറഞ്ഞത്. പെലക്കാട്ട് പയ്യൂരിൽ നാടക സിനിമാ നടനായ പയ്യൂർ ഭാസി എന്നറിയപ്പെടുന്ന കണ്ണഞ്ചേരി വീട്ടിൽ ഭാസ്കരന്റെയും ജാനകിയുടെയും മകനായി 1970 സെപ്റ്റംബർ 4 ജനിച്ച സോബി സ്കൂൾ പഠനകാലത്ത് നാടക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 1998 അതിർത്തികൾ എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് തന്റേതായ നാടകയാത്ര ആരംഭിക്കുന്നത്. 2 രാജ്യങ്ങളിലെ പട്ടാളക്കാർ തങ്ങളുടെ അതിർത്തിയിൽ വെച്ച് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ഈ നാടകത്തിൽ. നിരപരാധികളെ കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ അരങ്ങേറുന്ന ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ് ഈ നാടകം. അതിർത്തികൾ, കാക്കാലൻ, ഡെസേർട്ട് ഓഫ് മ്യൂസിക്, എന്റെ പുള്ളിപ്പൈ കരയാണ്, വീടുകൾ കത്തുന്നു, വെള്ളരിക്കാപട്ടണം, പുലിജന്മം, കണ്ടാമൃഗം, മാംസഗണിതം, കടൽ കാണുന്ന പാചകക്കാരൻ, തീന്മേശയിലെ ദുരന്തം, സഖാവ് അറയ്ക്കൽ ബിരിയാണി, ഇരുൾവഴിയിലെ കനൽ നക്ഷത്രം, ദസ്വാർ തുടങ്ങിയവയാണ് സോബി ചെയ്ത നാടകങ്ങൾ. ഇതിനു പുറമെ സ്കൂൾ കോളേജ് കലോത്സവങ്ങൾക്ക് വേണ്ടിയും നിരവധി നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോബി സൂര്യഗ്രാമം എന്ന് പറയുന്നൊരു നാടകക്കാരനപ്പുറം എനിക്ക് എൻ്റെ അച്ഛൻ എന്നൊരു നിലയിൽ എന്നെ ചെറുപ്പം തൊട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നത് അച്ഛൻ തന്നെയായിരുന്നു. ആ ഒരു ധൈര്യം എനിക്കിപ്പോഴും ഉണ്ട്. അതായത് ആ ഒരു ധൈര്യം ഉണ്ടാക്കി തന്നിട്ടാണ് അച്ഛൻ പോയത്. കാണ്ടാമൃഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട നാടകം തന്നെയാണ്. പിന്നെ മിക്ക നാടകങ്ങളിലും കൂടെ കാര്യങ്ങൾ ചെയ്യാനായാലും എല്ലാത്തിനും ഉണ്ടായിരുന്നു. അവതരണങ്ങളിലെയും വിഷയത്തിലെയും പുതുമകൾക്ക് പുറമെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവയായിരുന്നു സോബിയുടെ നാടകങ്ങൾ. അച്ഛന് അച്ഛൻ്റെതായിട്ടുള്ള ഓരോ നിലപാടുകളായാലും രാഷ്ട്രീയമായാലും ഉണ്ട്. അതിപ്പോൾ ആരും എന്ന് പറഞ്ഞാലും മാറ്റാറുമില്ല. അത് അച്ഛൻ്റെ നാടകങ്ങളിൽ എടുത്തു കാണിക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ കലഹത്തിലൂടെ അതിരറ്റ് സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഒരു സൗഹൃദ കൂട്ടായ്മ. സൗഹൃദവും നാടകവും ഒന്നായി തന്നെയാണ് കൊണ്ടുപോയത്. അത് രണ്ടും വേറിട്ടല്ല. അപ്പം എത്ര കലഹിച്ചാലും എത്ര പറഞ്ഞാലും ഒരു സൗഹൃദം നന്നായി നിലനിർത്തിക്കൊണ്ട് നാടകവും അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നന്നായിട്ട് ആഗ്രഹിച്ചതാണ്. നാടകത്തിന് വേണ്ടി ജീവിച്ചു. നിലപാടുകളുടെ കൃത്യത കൊണ്ട് എല്ലാവരുമായും കലഹത്തിലേർപ്പെട്ടു. ഈ കാരണം കൊണ്ടുതന്നെ അംഗീകാരങ്ങളിൽ നിന്ന് അകലെയായിരുന്നു സോബി എന്ന കലാകാരൻ. നാടകങ്ങളുടെ പ്രാധാന്യത്തിനപ്പുറത്ത് സോബി സ്വയാർജിതമായിട്ട് നാടകക്കാരനായി മാറിയതാണ്. ഒരു അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ 18-ാമത്തെ വയസ്സിൽ തന്നെ നാടകം പൊതുരംഗങ്ങളിൽ അവതരിപ്പിക്കുകയും അതും വളരെ പ്രാധാന്യമുള്ള നാടകങ്ങൾ, സാമൂഹ്യ പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യമുള്ള നാടകങ്ങൾ ചെയ്തുകൊണ്ട് ഈ നാടകരംഗത്തേക്ക് കടന്നു വന്ന ആളാണ് സോബി. ദുബായ്, ഷാർജ, മസ്കറ്റ് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലും നിരവധി നാടകങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. സൈലൻസ് എന്ന നാടകത്തിന്റെ പണിപ്പുരയിലായിരിക്കെയാണ് അസുഖബാധിതനായി സോബി സൂര്യഗ്രാമം മരണത്തിലേക്ക് കയറിപ്പോയത്. സോബിയോടൊപ്പം തന്നെ ഞാൻ 35 വർഷമായിട്ട് സോബിയുടെ നാടകമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എന്നെപ്പോലത്തെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കുന്നോത്തും ഗുരുവായൂരും ചാവക്കുളക്കുമുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് സോബി അനുസ്മരണം ഈ ഞായറാഴ്ച 21 വൈകിട്ട് 4 മണിക്ക് കുന്നോത്ത് വെച്ച് നടത്തുകയാണ്. അതിൽ സോബിയുടെ ആത്മബന്ധമായ ജോയ് മാത്തു, ഋഷാദ്, വീരനന്ദനൻ തുടങ്ങിയ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ 3 നാടകം, ഒരു നാടകം സോബി ചെയ്ത നാടകം തന്നെയാണ്, വെള്ളരിക്കാപട്ടണം, പിന്നെ ചക്കരപ്പന്ത്, ഹൂബി, 3 നാടകം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നോട്ട് ടൗണിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കും.